സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ അവന്റെ ദീനിന്റെ പേരിൽ, ദീനിന്റെ പരിശ്രമത്തിന്റെ പേരിൽ ഇവിടെ അള്ളാഹു തആല നമ്മളെ കൊണ്ടുവന്നു, നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടി. അള്ളാഹു തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ സാധാരണ നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിന് നമ്മൾ പറയുന്നത് സമ്മേളനം എന്നാണ്. ഇജ്തിമാ, സമ്മേളനം എന്ന് നമ്മൾ പറയും. ഇത് എന്തിന്റെ ഇജ്തിമാ ആണ്? എന്തിന്റെ സമ്മേളനമാണ്? നമ്മളുടെ ഈ ഇജ്തിമാ, നമ്മളുടെ ഈ സമ്മേളനം ശരീരങ്ങളുടെ സമ്മേളനം അല്ല, ശരീരത്തിന്റെ ഒരുമിച്ച് കൂടലല്ല. ബാഹ്യമായി നോക്കുമ്പോൾ കുറെ മനുഷ്യ ശരീരങ്ങൾ ഇവിടെ ഒരുമിച്ച് വന്ന് കൂടിയിരിക്കുക. അള്ളാഹു തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ള ഒരുമിച്ച് കൂടൽ തെരുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് കൂടും. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഇജ്തിമാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഈ ഒരുമിച്ച് കൂടൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇജ്തിമാ എന്ന് പറഞ്ഞാൽ ഖുലൂബിന്റെ ഇജ്തിമാണ്. ഖുലൂബ്, ഹൃദയങ്ങളുടെ ഇജ്തിമാണ് ഇജ്തിമാ. ഹൃദയങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ അതിനെ ഇജ്തിമാ എന്ന് പറയാൻ പറ്റുള്ളൂ. ശരീരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഹൃദയങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ, തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ. ഇത് ഈമാൻ ഇല്ലാത്തവരെ പറ്റി, മുനാഫിഖീങ്ങളെ പറ്റി, മുശ്രിക്കീങ്ങളെ പറ്റി പറയപ്പെട്ടിരിക്കുന്ന ആയത്താണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അവരൊരുമിച്ച് സമ്മേളിച്ചിരിക്കുകയാണെന്ന്. നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ തോന്നും അവരൊരുമിച്ച് കൂടിയിരിക്കുകയാണെന്ന്. പക്ഷേ അവരൊരുമിച്ച് കൂടിയിട്ടില്ല. കാരണം അവരുടെ ഹൃദയങ്ങൾ ഭിന്നമാണ്. അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയ സാന്നിധ്യം, ഹൃദയം ഇവിടെ വേണം. പത്തനംതിട്ടയിൽ നിന്ന് വന്ന്, പത്തനാപുരത്ത് നിന്ന് വന്ന്, മയ്യത്തുങ്കരയിൽ നിന്ന് വന്ന്, കരുനാപ്പള്ളിയിൽ നിന്ന് വന്ന്, കൈയും കാലും തലയും ശരീരവും എല്ലാം ഇവിടെ ഉണ്ട്. ഹൃദയം കരുനാപ്പള്ളിയിൽ തന്നെ, ഹൃദയം പത്തനംതിട്ടയിൽ തന്നെ, ഹൃദയം പത്തനാപുരത്ത് തന്നെ, ഹൃദയം മയ്യത്തുങ്കരയിൽ തന്നെ, ഹൃദയം രണ്ടാം കുറ്റിയിൽ തന്നെ, ഹൃദയം മൂന്നാം കുറ്റിയിൽ തന്നെ. പിന്നെ നമ്മളിവിടെ വന്നില്ല. അപ്പൊ ഒന്ന് ഇജ്തിമാ, ഖുലൂബിന്റെ ഇജ്തിമാ, ഹൃദയങ്ങളുടെ ഇജ്തിമാ. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളുടെ ഹൃദയങ്ങൾ ഒരൊറ്റ വിഷയത്തിൽ ഫിക്റിലായിരിക്കും, ഒരൊറ്റ ചിന്ത. മുഅ്മിനീങ്ങളുടെ ഒരു സദസ്സ് എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഒരുമിച്ച് കൂടി ആഗ്രഹിക്കുകയും ഒരു കാര്യത്തിനെ അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും ചെയ്താൽ അവരെന്തിനെ ആഗ്രഹിച്ചോ അള്ളാഹും ആ ആഗ്രഹത്തിനെ അള്ളാഹുവിന്റെ തീരുമാനമാക്കി മാറ്റും. ഇത് മുഅ്മിനീങ്ങളുടെ ഒരുമിച്ച് കൂടലിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. പക്ഷെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ശരീരങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പോരാ. എന്തൊരുമിച്ച് കൂടണം? ഹൃദയം ഒരുമിച്ച് കൂടണം. ഇപ്പൊ ഹൃദയത്തിന്റെ ഒരുമിച്ച് കൂടൽ, ഹൃദയത്തിന്റെ സാന്നിധ്യം, ഹൃദയം ഇവിടെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സമ്മേളനം വസ്തുക്കളുടെ ഒരുമിച്ച് കൂടലല്ല. ക്യാൻറ്റീൻ ഏർപ്പാടായി, ടോയ്ലറ്റിന് ഏർപ്പാടായി, കുളിക്കാൻ സൗകര്യമായി, പന്തലായി, ഫാനായി, ലൈറ്റായി, ലൈറ്റ് ആൻഡ് സൗണ്ടായി, സ്റ്റേജായി, പായയായി, വിരിപ്പായി, ചായയും കടിയുമായി, കുടിക്കാൻ വെള്ളമായി. സമ്മേളനമായോ? ഇല്ല. ഇതൊന്നും നമ്മുടെ സമ്മേളനത്തിന്റെ ലക്ഷ്യമല്ല.
ഇതുപോലെ ശരീരം കൊണ്ട് സമ്മേളനം ആവുകയില്ലയോ? ഹൃദയം ഉണ്ടായാലേ ഹൃദയ സാന്നിധ്യവും ഹൃദയത്തിന്റെ ഒരുമിച്ച് കൂടലുമാണോ സമ്മേളനം? ഇതുപോലെ ഈ വസ്തുക്കൾ ഒരുമിച്ച് കൂടിയതുകൊണ്ട് സമ്മേളനമായില്ല. നമ്മളുടെ സമ്മേളനം അമലുകളുടെ സമ്മേളനമാണ്. എന്തിന്റെ സമ്മേളനമാണ്? ഇജ്തിമാഉൽ അഷ്യ അല്ല, ഇജ്തിമാഉൽ അമാലാണ്. അമലുകളുടെ ഒരുമിച്ച് കൂടൽ. ബാങ്ക്, ഇഖാമത്ത്, നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കല്. നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കൽ ഒരു വലിയ അമലാണ്. മുൻതളിറു സ്വലാ ഫിസ്സലാ. നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ നമസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ നമസ്കാരത്തിനെ പ്രതീക്ഷിച്ച് തയ്യാറായിരിക്കുമ്പോഴെല്ലാം മലക്കൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഈ 2 ദിവസം കുറേ അമലുകൾ ചെയ്യാനുണ്ട്. ഇവിടെ കുറേ അമലുകൾ. ഈ അമലുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുന്നതാണ് സമ്മേളനം. ഈ അമലുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുന്ന ഇതുപോലെ നമ്മളുടെ സമ്മേളനം ഹൃദയങ്ങളുടെ സമ്മേളനമാണോ? ഇതുപോലെ നമ്മളുടെ സമ്മേളനം എന്തിന്റെ സമ്മേളനമാണ്? രണ്ടാമത്തെ എന്താണ്? അമലുകളാണ്. അമലുകൾ. ബാങ്ക്, ഇഖാമത്ത്, നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കല്, നമസ്കരിച്ചതിന് ശേഷമുള്ള സുന്നത്തായ ദിക്റുകള്, ഔറാദുകള്, ദുആക്കള്, അള്ളാഹുവിന്റെ ദീനിനെ പറ്റി, അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, പരലോകത്തിനെ പറ്റി, സ്വർഗത്തിനെ പറ്റി, നരകത്തിനെ പറ്റി, ഹിസാബിനെ പറ്റി, ഹഷറിനെ പറ്റി, ഖബറിനെ പറ്റി ഉള്ള മുദാക്കറകള്, ചർച്ചകള്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ നടന്ന അമലുകൾ എന്തെല്ലാം ഉണ്ടോ ആ അമലുകളെല്ലാം കൂടി തൽക്കാലം 2 ദിവസത്തേക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സമ്മേളനം. അപ്പോഴേ സമ്മേളനം ഉള്ളൂ. നമുക്ക് വസ്തുക്കളുടെ സമ്മേളനം അല്ല സമ്മേളനം, അമലുകളുടെ സമ്മേളനമാണ് സമ്മേളനം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാനുള്ള ഉത്സാഹം, അതിനുള്ള തയ്യാറെടുപ്പ്, സ്വന്തം തയ്യാറാകല്, മറ്റുള്ളവരെ തയ്യാറാക്കല്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ചെയ്തിരുന്ന അമലുകളാണ്. നബി തങ്ങളുടെ സ്വന്തം ദാത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള അമലുകളാണ്. സ്വന്തം വലിയ സന്നദ്ധത, വലിയ തയ്യാറ്, വലിയ ഉത്സാഹം അള്ളാന്റെ മാർഗത്തിൽ യാത്ര ചെയ്യാൻ നബി തങ്ങളുടെ സ്വന്തം അമലാണ്. പിന്നെ നബി തങ്ങളുടെ എല്ലാ സഹാബാക്കളെയും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അമലുകളിലേക്കാണ് തയ്യാറാക്കി. അള്ളാഹുന്റെ മാർഗത്തിൽ പുറപ്പെടണം, മടങ്ങി നാട്ടിൽ വരണം, വീണ്ടും അള്ളാഹുന്റെ മാർഗത്തിൽ പുറപ്പെടണം, മടങ്ങി നാട്ടിൽ വരണം. ഇപ്പൊ മസ്ജിദ് നബവിയിൽ നടന്ന ഈമാനിന്റെ ഹൽക്കകൾ, അമലുകളുടെ മഹത്വങ്ങൾ, പരലോക ജീവിതം, മുഴുവൻ മനുഷ്യരാശിയുടെ ഗുണകാംക്ഷികളായി തീരാനുള്ള സന്നദ്ധത, അതിന് തയ്യാറെടുക്കൽ, അതിന് മറ്റുള്ളവരെ തയ്യാറാക്കൽ, എല്ലാ മനുഷ്യർക്കും ഗുണകാംക്ഷികളായിക്കൊണ്ട് ജീവിക്കൽ, ഇങ്ങനെ ഈ അമലുകൾ മൊത്തമായി സുബൈക്ക് ശേഷം, ലോഹറിന് ശേഷം, അസറിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാക്ക് ശേഷം, ഇങ്ങനെ നിരന്തരം അമലുകൾ. അപ്പൊ ഇതിനിടയ്ക്കോ ഭക്ഷണത്തിന്റെ ആവശ്യം വരും. അതും നമ്മളുടെ അമലാണ്. അതും വെറും ആവശ്യമൊന്നുമല്ല. ഭക്ഷണം നമ്മളുടെ അമലാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ നമുക്ക് അള്ളാഹു തആല ഇതെല്ലാം അമലുകളാക്കി തരും. വെറുതെ ഒത്തിരി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക നബി തങ്ങളുടെ സുന്നത്താണ്. കുറച്ച് കഴിക്കുക. ഇപ്പൊ ഈ അടുത്തൊരു ഡോക്ടർ പറഞ്ഞ്, ഇന്ന് എല്ലാരും മെനക്കെടുന്നത് തിന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ എന്ത് മാർഗമെന്നും പറഞ്ഞാണ്. തിന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വർക്കൗട്ട് എന്താണ് പറയുന്നത്? വർക്കൗട്ട്. എന്ത് വർക്കൗട്ട്? ഒരു അധ്വാനം, ഒരു പരിശ്രമം. എന്തിനു വേണ്ടി? തിന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ. കാലത്തെ 1/2 മണിക്കൂർ നടത്തം, വൈകുന്നേരം 3/4 മണിക്കൂർ നടത്തം, ചിലര് 1 മണിക്കൂർ നടത്തം, ചിലർ 1.5 മണിക്കൂർ നടത്തം, ചിലർ കിടന്ന് ചാടുന്നു, ചിലർ കിടന്ന് ഓടുന്നു. എന്തിനാ ഇത്? അത് ശരീരം തടിക്കാതിരിക്കാൻ. ശരീരം തടിക്കുന്നത് എന്തുകൊണ്ടാ? തിന്നിട്ടാണ്. അടുത്തൊരു ഡോക്ടർ പറഞ്ഞാണ്, ഒരു വലിയ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞ്
മനുഷ്യരെല്ലാരും തിന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും അതിന്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധ്വാനിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടായിക്കൊണ്ട് നടക്കുകയാണ് ലോകത്ത്. 30,000 രൂപ വിലയുള്ള എക്സസൈസ് മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് അതിന്റെ പുറത്ത് കിടന്ന് ഓടി. ആ ഡോക്ടർ പറഞ്ഞു വളരെ ലളിതമായൊരു പണിയുണ്ട്, ഈ വർക്കൗട്ടൊന്നും ആവശ്യമില്ല, കുറച്ച് തിന്നാ മതി, ഒരു മെനക്കേടുമില്ല, കുറച്ച് തിന്നാ മതി. എന്നിട്ടാ ഡോക്ടർ പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റും, ഒരു ചിട്ട പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ, അതുപോലെ കഴിച്ചേച്ചാൽ മതി എല്ലാവരും, എന്നാൽ ഒരു പ്രശ്നവും ഇല്ല, ഈ വർക്കൗട്ടൊന്നും ആവശ്യമില്ല. പിന്നെ വെളുപ്പാങ്കാലത്തെ ഈ ബൈപ്പാസിൽ കൂടെ നടന്നാൽ ഈ ബൈപ്പാസ് വെളുപ്പാങ്കാലത്തെ ഞാൻ പലപ്പോഴും ഇതിലെ പോകാറുണ്ട്, തിരുവനന്തപുരത്തേക്കോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ സുബഹി കഴിഞ്ഞ് വന്നാൽ കാണാം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കുന്നു. ഞാൻ പടച്ചോനെ ഈ വെളുപ്പാങ്കാലത്തെ ഇവർ എവിടെ പോകുന്നു നോക്കുമ്പോൾ സംഭവം എന്താ, തടി കുറയ്ക്കാൻ വേണ്ടി മെനക്കെടുക. തടി ഉണ്ടായത് എവിടുന്ന ഉണ്ടായത്? കൂടുതൽ തിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ഭക്ഷണത്തിന്റെ മര്യാദ. നമ്മൾ നിന്ന് ഭക്ഷണത്തിന്റെ മര്യാദ പറയുമ്പോൾ ആരും ഈ മര്യാദ പറയുന്നില്ല, എങ്ങനെ ഇരിക്കണമെന്നും തിന്നിട്ട് എന്ത് ചെയ്യണമെന്നും തിന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നൊക്കെ പറയുന്നുള്ളൂ. കുറച്ച് തിന്നണമെന്ന് ആരും പറയുന്നില്ല. ഏറ്റവും വലിയ മര്യാദ അതാണ്. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 കാലി. ഇതാണ് വയറിന്റെ മര്യാദ. ആ മര്യാദ വയറ്റിനോട് പാലിച്ചേച്ചാൽ ആ വയറ് പിന്നെ ഒരു കുഴപ്പമുണ്ടാക്കില്ല. 1/3 തിന്നുക, 1/3 വെള്ളം കുടിക്കുക, 1/3 കാലിയാക്കി വെക്കുക. എന്നാ പിന്നെ പ്രഷറുകൾ ഒന്നും ഉണ്ടാവില്ല. ബ്ലഡ് പ്രഷറും ഇല്ല, പിന്നെ ഹാർട്ട് പ്രഷറും ഇല്ല, പിന്നെ തല പ്രഷറും ഇല്ല, പിന്നെ മറ്റേ ഒരു പ്രഷറും എവിടെ ഉണ്ടാവില്ല. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഫിയത്തിന്റെ മാർഗം കൊണ്ടാണ് വന്നത് ദുനിയാവിലേക്ക്. ആഫിയത്തിന്റെ മാർഗം, ആ ആഫിയത്ത് നബിതങ്ങളുടെ സുന്നത്തിലാണുള്ളത്. അപ്പൊ നമ്മളുടെ ഭക്ഷണം ഈ 2 ദിവസം നമ്മളുടെ ഭക്ഷണവും അമലാണ്, അതിലും സുന്നത്ത്, അതിലും അള്ളാന്റെ കൽപ്പന. മറ്റുള്ളവരെ ആദരിക്കല്, മറ്റുള്ളവരെ ബഹുമാനിക്കല്, മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കല്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ സമ്മേളനത്തിൽ. ഇതെല്ലാം അമലുകളാണ്. നമ്മളുടെ വിശ്രമവും അമലാണ്, നമ്മുടെ വിസർജനവും അമലാണ്, നമ്മുടെ ശുദ്ധീകരണവും അമലാണ്. ഇതെല്ലാം അമലുകളാണ്. അപ്പൊ ഈ 2 ദിവസം പരിപൂർണമായി അമലുകളിലായി സമയത്തിനെ ചെലവഴിക്കുക. എന്താ ഇൻഷാ അല്ലാഹ്? ഹൃദയങ്ങളുടെ സാന്നിധ്യത്തിനെ നഷ്ടപ്പെടുത്തുന്ന സാധനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അമലുകളുടെ പ്രതിഫലനത്തിനെയും നഷ്ടപ്പെടുത്തുന്ന ജോലികളുണ്ട്. ആ ജോലികൾ 2 ദിവസം പരിപൂർണമായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് നിയത്ത് വെക്കുക, പടച്ചവനെ ഞാൻ 2 ദിവസം ശീലിക്കാൻ വന്നതാണ്, ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തി തരണേ. എന്താ ഇൻഷാ അല്ലാഹ്? ഹൃദയ സാന്നിധ്യത്തിനെ നഷ്ടപ്പെടുത്തുന്ന സാധനങ്ങൾ എന്താ? ഹൃദയത്തിന്റെ ഒരുമിച്ച് കൂടലിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പാഴായ വർത്തമാനം അതിലെ ഏറ്റവും വലിയ പ്രതിയാണ്. അമലുകളിലെ നശിപ്പിക്കുന്ന, ഹൃദയത്തിന്റെ ഐക്യത്തിനെ, ഹൃദയത്തിന്റെ സാന്നിധ്യത്തിനെ ഇല്ലാതാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രതി പാഴായ വർത്തമാനമാണ്. പാഴായ വർത്തമാനം. ഞങ്ങൾ 1973 സഹാറൻപൂരിൽ പോയി, മദാഹിറുൽ ഉലൂമിൽ. ഷേഖുൽ ഹദീസ് മൗലാന സക്കരിയ സാഹിബ് നൂറുല്ലാഹ് മർക്കദ് അവറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടം. പള്ളി നിറച്ചും എത്തിക്കാഫിന് വേണ്ടി ആൾക്കാരുണ്ട്. ഞങ്ങൾ 3 ദിവസത്തേക്ക് പോയതാണ്. എല്ലാ ദിവസവും അവിടെ 2 നേരം ഏലാൻ ചെയ്യും. സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷം ഏലാൻ ചെയ്യും. ഷേഖുൽ ഹദീസ് അവറുകൾ 3 മിനിറ്റ് മാത്രം സംസാരിക്കും ഒരു ദിവസത്തിൽ. അതിൽ കൂടുതൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ ആഫിയത്തും ഇല്ല, സംസാരിച്ച് ശീലവും ഇല്ല. മുമ്പ് എഴുത്തിന്റെ ആളാണ്, ദർസിന്റെ ആളാണ്, പ്രസംഗിക്കാറൊന്നുമില്ല. 3 മിനിറ്റ് മാത്രം സംസാരിക്കുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾ നിന്ന എല്ലാ ദിവസവും ഷേഖ് സംസാരിച്ച ഈ 3 മിനിറ്റിനുള്ളിൽ ഒരു കാര്യം എല്ലാ ദിവസവും ആവർത്തിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം? തമ്മിൽ സംസാരിക്കരുത്. എന്താ പറഞ്ഞത്? തമ്മിൽ സംസാരിക്കരുത്. നിങ്ങളിവിടെ 30 ദിവസം എത്തിക്കാഫിൽ ഇരുന്നിട്ട് നിങ്ങൾ തമ്മാമിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞാൽ നിങ്ങളെ ഈ 30 ദിവസത്തെ എത്തിക്കാഫും പോയി. അതുകൊണ്ട് ഒന്നീ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുക, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലുക, അല്ലെങ്കിൽ ബയാൻ കേൾക്കുക, അല്ലെങ്കിൽ ബയാൻ ചെയ്യുക, അല്ലെങ്കിൽ താലീമിൽ ഇരിക്കുക, സദസ്സുകളിൽ അമലുകളിൽ പങ്കുകൊള്ളുക, പരസ്പരം തശ്കീൽ ചെയ്യുക, പരസ്പരം ദീനിന്റെ കാര്യങ്ങൾ പറയുക, കേൾക്കുക. ഇതല്ലാത്ത എന്തെങ്കിലും ചെയ്യണമെന്ന്, എന്തെങ്കിലും
തമ്മിൽ എന്തെങ്കിലും വർത്താനം പറയണമെന്ന് തോന്നിയാൽ ഉടനെ കിടന്ന് ഉറങ്ങിയേക്കണം, വർത്താനം പറയരുത്. ഷേഖ് പറഞ്ഞിരുന്ന എല്ലാ ദിവസവും. എന്താ ഇൻഷാ അല്ലാഹ് നമുക്കിത് പാലിച്ചൂടെ? ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു ഇത് നമ്മൾ ആ കൂടെ കുറച്ച് പേരല്ലേ ഉള്ളൂ, ഇനി വരാൻ പോകുന്ന ഒരു ഒത്തിരി ആയിരം പേരുണ്ടല്ലോ, ഇല്ലല്ലേ അവരുടെ അടുത്തും കൂടെ പറയണ്ടേ? നമ്മളെ മൗലാന അഹമ്മദ് സാഹിബ് ഉണ്ട് നിസാമുദ്ദീനിൽ, മൂപ്പര് എപ്പോഴും ഉറുദുവിലെ ഒരു കവിത ചൊല്ലും. ഒരു കെട്ടിടത്തിന്റെ ആദ്യത്തെ ഇഷ്ടിക, ഒരു കെട്ടിടത്തിന്റെ ആദ്യത്തെ ഇഷ്ടിക, ആദ്യം വെക്കുന്ന കല്ലുകളുണ്ടല്ലോ, അത് നേരെയാണെങ്കിൽ ആ മതിൽ മുഴുവനും നേരെയായിരിക്കും. ആദ്യത്തേത് വളഞ്ഞു പോയാൽ മതിലെല്ലാം വളഞ്ഞിരിക്കും. അപ്പൊ നമ്മളിവിടുത്തെ ആദ്യത്തെ ഇഷ്ടികകളാണ്. അല്ലാഹ് നമ്മളിവിടെ ആദ്യം എത്തിച്ചിരിക്കുക. ഈ സദസ്സ് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ മതി. നമ്മളുടെ ഹൃദയം സാന്നിധ്യം, നമ്മളുടെ ഹൃദയത്തിന്റെ ഒരുമിച്ച് കൂടൽ ഒന്ന്. രണ്ടാമത്തത്, നമ്മളുടെ ഈ 2 ദിവസം നമ്മൾ അമലുകളിൽ ചെലവഴിക്കും. നമ്മൾ ഇതിൽ നിയ്യത്ത് വെച്ച് നമ്മൾ മാതൃക അയച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മുഴുവൻ സദസ്സ് നമ്മളെ പിൻപറ്റിക്കോളും. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ആരൊക്കെയാ തയ്യാർ നോക്കട്ടെ? എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഈ ഇസ്തിമാഇന്റെ ആദ്യത്തെ ആൾക്കാരാണ്, നമ്മൾ ആതിഥേയന്മാരായിട്ട്. ഇനി വരാനിരിക്കുന്നവരെല്ലാം നമ്മളുടെ അതിഥികൾ. എന്നാ ഇൻഷാ അല്ലാഹ് അങ്ങനെ തീരുമാനിച്ചൂടെ? തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ട എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പൂർത്തിയാക്കാൻ തയ്യാറാകുക. അള്ളാഹുവിന്റെ അടിമകള് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് പടച്ചവന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചാൽ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബർക്കത്ത് വെച്ചിട്ടുണ്ട്, ഭയങ്കരം ബർക്കത്ത്. ആതിഥേയൻ അതിഥിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൂട്ടത്തിൽ ഇരുന്ന് കഴിച്ചേച്ചാൽ, ആതിഥേയൻ ആർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി? ആർക്ക് വേണ്ടി? അതിഥിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് കൂടെ ഇരുന്ന് ആരും കൂടെ കഴിച്ച് ആതിഥേയനും കൂടെ കഴിച്ച്. എന്നാൽ ആതിഥേയൻ കഴിച്ച ഈ ഭക്ഷണത്തിൽ അവന് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഹിസാബില്ല. ഇത്ര വലിയ ബർക്കത്തിന്റെ വഴിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനിക്കുക. ഇത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെയോ അള്ളാഹ് നമ്മളെ കൂട്ടത്തിലാവണമെങ്കിൽ, അള്ളാഹ് നമ്മളെ കാര്യം ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ വല്ലവന്റെ കാര്യം നോക്കിച്ചാൽ മതി. അള്ളാഹ് നമ്മളെ കാര്യം ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കിച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവരുടെ ഭക്ഷണം, മറ്റുള്ളവരുടെ വിശ്രമം, മറ്റുള്ളവരുടെ സൗകര്യം, ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാര്യത്തിനെ അള്ളാഹ് ഏറ്റെടുക്കും. ഖുദ്സിയായ ഹദീസുണ്ട്, ഞാൻ എൻ്റെ അടിമയുടെ കൂടെയാണ്, ഞാൻ എൻ്റെ അടിമയുടെ ജോലി പൂർത്തിയാക്കി കൊടുക്കുന്ന ജോലിയിലാണ്, ഞാൻ അവനെ സഹായിക്കുന്ന പണിയിലാണ്. അല്ലാഹു തആല പറയാണ്, അവൻ അവന്റെ സഹോദരന്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, എന്റെ അടിമ അവന്റെ സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മെനക്കെടുമ്പോഴെല്ലാം ഞാൻ അവന്റെ ഉത്തരവാദിത്വം ഞാനിങ്ങേറ്റു. അപ്പൊ നമ്മളെ കാര്യം അള്ളാഹ് ശരിയാക്കി തരും. നമ്മൾ എല്ലാവർക്കും വേണ്ടി മെനക്കെട്ടേച്ചാൽ മതി. എളുപ്പമാണോ അല്ലേ? അള്ളാഹ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. തയ്യാറല്ലേ എല്ലാവരും? ഇൻഷാ അല്ലാഹ്. പിന്നെയോ ഖിദ്മത്തിന്റെ ജോലി. സാധാരണ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചിലപ്പോൾ തോന്നും ഒരാളിനെ തശ്കീൽ ചെയ്യല്, ഒരാളിന് അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് തയ്യാറാക്കല്, ഇതൊക്കെ ദീനിയായ കാര്യങ്ങളാണ്. കക്കൂസ്, കുളിമുറി, മൂത്രപ്പര, തിന്നല്, കുടിക്കല്, ഇതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്. അതുകൊണ്ട് പലപ്പോഴും ശൈത്താൻ നമ്മളെ പറ്റിച്ചു കളയും. മറ്റുള്ളവരുടെ ദുനിയാവ് നമ്മളുടെ ദീനാണ്. മറ്റുള്ളവരുടെ ദുനിയാവ് നമുക്കതെന്തുവാ? നമുക്ക് ദീനാണ്. മറ്റുള്ളവരുടെ ദുനിയാവിയായ ഒരു ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി അധ്വാനിക്കല് നമ്മളുടെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ്. ഇതിൽ എത്ര വിശാലത ഉണ്ടെന്നറിയാം അള്ളാഹുവിന്റെ അടുത്ത്. ഒരു ദാഹിച്ച നായ്ക്ക് വെള്ളം കുടിപ്പിച്ചു കൊടുത്ത വളരെ മോശമായ സ്ത്രീക്ക് അള്ളാഹ് തൗബ ചെയ്യാൻ തൗഫീഖ് കൊടുത്ത് അവളെ സ്വർഗ്ഗവാസിയാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് കഥയുടെ പുസ്തകത്തിൽ എഴുതിയൊന്നുമല്ല, നബി നിങ്ങൾ പറയും. മോശമായ ഒരു സ്ത്രീ ഒരു നായ്ക്ക് കുറച്ച് ദാഹിച്ച് നാവും പുറത്തിട്ടുകൊണ്ട് നടന്ന ഒരു നായ്ക്ക് കുറച്ച് വെള്ളം എടുത്ത് കുടിപ്പിച്ചു കൊടുത്തു. ഒരു നായ്ക്ക് വെള്ളം കുടിപ്പിച്ചാൽ
ആ പ്രവൃത്തി ഒരു ദുർമാർഗിയായ സ്ത്രീക്ക് സ്വർഗത്തിൽ പോകാൻ അവകാശം ഉണ്ടാക്കി കൊടുക്കും, അർഹത ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ നമ്മളെ ഈ സമ്മേളനത്തിന് വരുന്ന മുഅ്മിനീങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചാൽ എന്തായിരിക്കും? ഒന്നും കിട്ടൂലേ? എന്താ പറയാത്തെ? കിട്ടുമില്ലേ? ഓരോ തുള്ളിക്ക്, ഓരോ ഗ്ലാസിന്, നമ്മളെ ഓരോ ചെറിയ ചെറിയ ഖിദ്മത്തുകൾക്ക് അല്ലാഹ് സ്വർഗത്തിൽ വലിയ വലിയ മാളികകൾ, ഭയങ്കരമാണ്. അതുകൊണ്ട് ഈ 2 ദിവസം നമ്മൾ എന്തെല്ലാം ഇവിടെ ആവശ്യങ്ങളുണ്ടോ ഇതെല്ലാം നമ്മളുടെ സ്വന്തം വീട്ടിലെ കാര്യം പോലെ കണക്കാക്കിക്കൊണ്ട് വീട്ടിലെ കല്യാണ വീട്ടിലെ വീട്ടുടമസ്ഥനെ പോലെ പെരുമാറണം. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? അല്ലാഹ് തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ ആ ജോലികൾ നമ്മൾ ഏറ്റെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടാകുന്ന പോലെ, വയസ്സ് ചെന്നവരുണ്ടാവും, പ്രായം ചെന്നവരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, ഓരോരുത്തരും അവരവർക്ക് പറ്റിയ പണി ഏറ്റെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കാര്യം അല്ലാഹ് ഏറ്റെടുക്കും. പിന്നെയോ ഇവിടെ നടക്കുന്ന എല്ലാ അമലുകൾക്കും തുല്യമായ സവാബ് നമുക്ക് വെറുതെ കിട്ടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹാബാക്കളുടെ ഒരു ജമാഅത്ത് പോയി. അവർ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാർഗുസാരി പ്രവർത്തന വിവരണങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഒരു സഹാബിയെ പറ്റി നബിതങ്ങളെ ചോദിച്ചു, അവനെന്തൊക്കെയാ ചെയ്തത്? അപ്പൊ കൂട്ടത്തിലുള്ളവർ പറഞ്ഞ്, കാര്യമായിട്ടൊന്നും ചെയ്തില്ല നബിയെ. ഞങ്ങൾ വലിയ വലിയ ജോലികളിലെല്ലാം മുഴുകിയിരിക്കുമ്പോഴെല്ലാം അയാൾ പോയി വിറകൊക്കെ ശേഖരിച്ച് കൊണ്ടുവരും. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അയാൾ ഞങ്ങൾക്ക് കാവലിരിക്കും. ഞങ്ങൾ ജോലികളിലും വിഭാഗത്തുകളിലും അമലുകളിലും ഒക്കെ മുഴുകിയിരിക്കുമ്പം, ദാവത്തിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ ഇദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വരും. ഇത്രയൊക്കെ അയാൾ ചെയ്തിട്ടുള്ളൂ, വേറെ കാര്യമായ അമലൊന്നും അയാൾ ചെയ്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, നിങ്ങൾ ഈ ജമാഅത്തിലുള്ള എല്ലാവരും കൂടി എന്തെല്ലാം അമലുകൾ ചെയ്തോ അതെല്ലാം അവൻ ഒറ്റയ്ക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വരാൻ പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ നിസ്കാരം, സുജൂദ്, റുക്കൂ, തിലാവത്ത്, സിക്ർ, തസ്ബീഹ്, ദുആ, അള്ളാന്റെ മാർഗത്തിലെ പുറപ്പെടല്, ഇതിന്റെ എല്ലാത്തിന്റെയും തുല്യമായ സവാബ് നമുക്ക് ഒറ്റയ്ക്ക് നമ്മളെ കിതാബിൽ കിട്ടാനുള്ള വഴിയാണ് ഖിദ്മത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. എന്നാ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? അല്ലാഹ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു കാര്യം, നമ്മുടെ ഹൃദയം ഇവിടെ വേണം, ശരീരം പോരാ. എന്താ ഇൻഷാ അല്ലാഹ്? ഹൃദയം ഇവിടെ വേണം. സമ്മേളനം ഹൃദയത്തിന്റെ ആണ്, സമ്മേളനം ശരീരത്തിന്റെ അല്ല. കുലൂബുകളുടെ ഇജ്തിമാ ആണ്, ശരീരങ്ങളുടെ ഇജ്തിമാ അല്ല. പിന്നെ നമ്മുടെ ഹൃദയത്തിനെ ഒരൊറ്റ വിഷയത്തിൽ, ഒരൊറ്റ കാര്യത്തിൽ ഐക്യമാണ് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരൊറ്റ ഫിക്കറാണ്, ഈ മുഴുവൻ ഉമ്മത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരാശിക്ക് സ്വർഗം കിട്ടണം, എല്ലാവരുടെയും ജീവിതത്തിൽ ദീൻ ഉണ്ടാകണം, എല്ലാവർക്കും അള്ളാന്റെ ഭാഗത്തു നിന്ന് ദുനിയാവിലും ഐശ്വര്യം കിട്ടണം, ആഖിറത്തിലും കിട്ടണം. എന്താ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഹൃദയം ഒത്തൊരുമയോടും അമലുകളുടെ സമ്മേളനമാണ്. അമലുകൾ ഓരോ സൽപ്രവൃത്തികളുടെ സമ്മേളനമാണ്. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശ്രമം പോലും അമലാണ്, ഒന്നും പാഴായ കാര്യമല്ല. എന്താ ഇൻഷാ അല്ലാഹ് അല്ലാഹ് നമുക്ക് മാതൃകാപരമായി ഈ 2 ദിവസം ചെലവഴിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഈ സമ്മേളനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഈ നാട്ടിന്, മൈലാപ്പൂരിന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാരുടെ മേൽ എന്തോ ഒരു വലിയ ഖൈറിന്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഖൈറിന്റെ തീരുമാനം. നമ്മുടെ കൊല്ലം ജില്ലയിലെ സമ്മേളനം ഒരൊത്തിരി നാട്ടുകാർ ആഗ്രഹിച്ച്, ഒരു വലിയ ആവേശത്തോടുകൂടി ഒത്തിരി പേര് ചോദിച്ച്, വലിയ വാശിയോടുകൂടി ആവശ്യപ്പെട്ട്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയത് ഈ മൈലാപ്പൂരിന്. അപ്പൊ അല്ലാഹ് എന്തോ ഒരു ഖൈർ വെച്ചിട്ടുണ്ട്. അല്ലാഹ് ഈ നാട്ടുകാർക്ക് വലിയ ഖൈറിന്റെ, ബർക്കത്തിന്റെ, ആഫിയത്തിന്റെ, റഹ്മത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കുന്നതിന് പ്രത്യേകിച്ചും, പിന്നെ ലോകത്തിന് മുഴുവനും ആമായിട്ട് ഹിദായത്തിന്റെയും റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും ആഫിയത്തിന്റെയും എല്ലാ വാതിലുകൾ തുറന്നു കിട്ടുന്നതിന് ഈ സമ്മേളനത്തിന് അല്ലാഹ് സബബാക്കുമാറാകട്ടെ. അല്ലാഹ് നമ്മളെ എല്ലാവരെയും അതിന്റെ ഏറ്റവും നല്ല മാതൃകകളായി അമൽ ചെയ്യുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? അല്ലാഹ് തൗഫീഖ് തരുമാറാകട്ടെ. ഇപ്പൊ സഹോദരന്മാരെ, നമ്മളുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളുടെ ജമാഅത്തുകൾ നമ്മൾ ഇന്നലെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടെ പൂർത്തിയാക്കാനുണ്ട്. ഏകദേശം നമുക്ക് അത്യാവശ്യ ജോലികൾ പൂർത്തിയാക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ്, ബാക്കി മറ്റു ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നതിന് ശേഷം അവരെയും കൂടെ ചേർത്ത് ആ ജോലികൾ ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം ചെയ്തു തുടങ്ങാം. അസറിന് മുമ്പേ ചെയ്യേണ്ട ജമാഅത്തുകളുണ്ട്. പാർക്കിങ്ങിന്റെ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം ആരാ? എന്തായി ആവശ്യം? എത്ര പേര് വേണം ടോട്ടല്? ഇപ്പൊ എത്ര പേരുണ്ട്? അത്രേ ഉള്ളൂ. പാർക്കിങ്ങിന്റെ ആൾക്കാർക്ക് എവിടെയൊക്കെ ഡ്യൂട്ടി ഉണ്ട്?
ആ